PV Anwariന്റെ ഭാഗത്ത് ഇന്നിപ്പോൾ വലിയ റോഡ് ഷോ ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാര്യം യൂസഫ് പത്താൻ വരുന്ന ദിവസം നിലമ്പൂർ മണ്ഡലത്തെ ഇളക്കി മറിച്ച ഒരു പ്രചരണമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അഷ്കന് കുട പിടിച്ചിട്ടുണ്ട്. മഴ പെയ്തു തുടങ്ങിയോ നിലമ്പൂരിൽ? ഇന്നത്തെ കൊട്ടിക്കലാശം മഴയിലാവുമോ? എന്താണ് PV Anwariന്റെ ഒരു നീക്കം? വീടുകൾ ഇന്ന് കയറാനാണ്. കാര്യം ശക്തിപ്രകടനം നടത്തി തെളിയിച്ചതാണ്. ഇനി ഒരു ശക്തിപ്രകടനത്തിന് കൂടി ആവശ്യമില്ല എന്നാണോ PV Anwar കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ കൊട്ടിക്കലാശം പ്രധാനമായിട്ടും മൂന്ന് മുന്നണികളുടേത് മാത്രമായിരിക്കും അല്ലേ അഷ്കർ? അരുൺ, ഇനിയൊരു കൊട്ടിക്കലാശത്തിൻ്റെ ആവശ്യം മണ്ഡലത്തിലില്ല എന്നുള്ളതാണ് PV Anwariന്റെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ കൊട്ടിക്കലാശം അത് മണ്ഡലത്തിൻ്റെ ഒരു തല മുതൽ മറുതല വരെ നിലമ്പൂർ കോടതിപ്പടി മുതൽ വഴിക്കടവ് ആനമൂടി വരെയും നീളുന്ന രീതിയിൽ വലിയൊരു കൊട്ടിക്കലാശം തന്നെ, ഇല്ലെങ്കിൽ യൂസഫ് പത്താനം മുൻനിർത്തിയുള്ള ഒരു റോഡ് ഷോ തന്നെ PV Anwar നടത്തിയിരുന്നു. അതിൻ്റെ അടക്കം വലിയ തോതിൽ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കൊട്ടിക്കലാശം ഒഴിവാക്കി പരമാവധി വീട് കയറി വോട്ടുറപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് PV Anwar തൃണമൂൽ ക്യാമ്പും എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊട്ടിക്കലാശം രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്ന് നിലമ്പൂർ മേഖലയിൽ നിലമ്പൂർ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളുടെയും അല്ലെങ്കിൽ ചുങ്കത്തറയുടെ ഭാഗവും, അതുപോലെ തന്നെ എടക്കരയിൽ വഴിക്കടവ്, പോത്തുകല്ല്, എടക്കര, മുത്തിയടം പഞ്ചായത്തുകൾ എടക്കരയിലുമാണ് ഇന്ന് കൊട്ടിക്കലാശം നടത്തുന്നത്. അങ്ങനെ രണ്ട് ഭാഗത്തായി കൊട്ടിക്കലാശം നടത്തുന്നതിനേക്കാൾ നല്ലത് വീട് കയറിയുള്ള പ്രചാരണമാണ്. മാത്രമല്ല അവസാനമായി നടത്തിയ റോഡ് ഷോ അത് കൊട്ടിക്കലാശത്തേക്കാൾ ഉപരിയായി ഫലം ചെയ്തു എന്നുള്ള വിലയിരുത്തലും കൂടിയുണ്ട്. അതിനുകൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കൊട്ടിക്കലാശം ഒഴിവാക്കി വീട് കയറിയുള്ള ഒരു പ്രചാരണത്തിൽ ഇപ്പോൾ PV Anwar ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാമുദായിക നേതാക്കൾ, മതസാമുദായിക നേതാക്കളെയും അതുപോലെ ആൾക്കൂട്ടങ്ങളെ വോട്ടാക്കി മാറ്റാൻ കഴിവുള്ള ചെറിയ പോക്കറ്റുകളടക്കം തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളെയൊക്കെ തന്നെ അവസാന ദിവസവും നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം കൂടി PV Anwariന്റെ ഭാഗത്തുനിന്നുണ്ട്. അത്തരം നീക്കങ്ങളും ഇന്ന് PV Anwariന്റെ ഭാഗത്തുണ്ടാകും. എന്തായാലും അതിനോടൊപ്പം തന്നെ ചില സാമുദായിക സംഘടനകളൊക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്നാണ് ഇപ്പോൾ അൻവറിന്റെ ക്യാമ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അവസാന ദിവസം പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസവും കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോഴും നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് പോലെ അത് കനത്ത മഴയിലാണെങ്കിലും ആവേശത്തോടു കൂടി ജ്വലിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സാഹചര്യം. അത്തരം വീറും വാശി നിറഞ്ഞ മണിക്കൂറുകളാണ് ഇനി ഈ ദിവസത്തിൽ നമ്മളെ കാത്തിരിക്കുന്നതും. വീറും വാശിയും നിറഞ്ഞ ആ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ആവേശം ഒട്ടും കുറയാതെ പ്രേക്ഷകരിലേക്ക് നൽകാൻ റിപ്പോർട്ടർമാരുടെ സംഘം, ഒരു വലിയ സംഘം ഇന്നിപ്പോൾ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. കൊട്ടിക്കലാശം അതിൻ്റെ സമഗ്രതയിൽ ആവേശം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പൂരാവേശമൊക്കെ നമ്മൾ കാണുന്നത് പോലെ കൊട്ടിക്കലാശം തരുന്നൊരു എനർജി ഉണ്ടല്ലോ, ആ എനർജി ചെറുതല്ലാത്തൊരു എനർജിയാണ്. പക്ഷേ എല്ലാത്തിനും മഴ ഒരു തടസ്സമാകുമോ, ഒരു വില്ലനാകുമോ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്.